ഒരു ദൃശ്യാനുഭവം എന്ന് വെച്ചാൽ ഞാനത് ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു സൂക്ഷ്മദർശി ഞാൻ വിചാരിച്ച ബേസിലിൻ്റെയും നസ്രിയുടെയൊക്കെ ഒരു തമാശ ബഹളമൊക്കെ ഓർത്ത് വന്ന പടമാണ്. ഇത്രയും ത്രില്ലിംഗ് ആണെന്ന് വിചാരിച്ചില്ല. പടം വേറെ ലെവലാണ്. പക്ഷെ ആദ്യം മുതൽ അവസാനം വരെ നസ്രി തകർക്കുവാണ്. ഞാൻ പറഞ്ഞ ദൃശ്യം കണ്ടൊരു എഫക്റ്റാണ് ഇപ്പം തോന്നിയത്. നമ്മൾ മലയാളികൾക്ക് ദൃശ്യം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ത്രില്ലിംഗ് നമുക്ക് പുതിയ അനുഭവം തന്ന പടമാണ്. അതുപോലെ തന്നെ നമുക്കൊരു അനുഭവമാണ് ഇതിനകത്തൂടെ തരുന്നത്. ദൃശ്യത്തിൻ്റെ ഒരു വേറൊരു മേക്കിംഗ്, ജിത്തുവിൻ്റെ ഒക്കെ ഒരു ലെവലാണ് പടം പോയിരുന്നത്. പഠിച്ച് ചെയ്തേക്കുന്ന സംവിധായം. ബോറടിക്കാതെ ത്രൂ ഔട്ട് സസ്പെൻസ് കീപ്പ് ചെയ്യുന്ന ഒരു മൂവിയാണ്. നമ്മൾ ട്രെയിലർ കാണുന്ന പോലെ തന്നെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പം കാണുന്ന മൂവീസിൽ വെച്ച് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു കോൺസെപ്റ്റാണ്. ടിൽ ദ എൻഡ് അത് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ കംപ്ലീറ്റ് സസ്പെൻസ് ഹ്യൂമർ, ഫുൾ ഓൺ ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. എല്ലാവരും ഡിഫറെൻ്റ് ആണ്. ബേസിലും നസ്രിയും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ജോണറാണ്. അവരുടെ കോമ്പിനേഷൻ അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആസ് എക്സ്പെക്റ്റഡ് അവരുടെ കോമ്പിനേഷൻസ് ഇനിയും എക്സ്പെക്ട് ചെയ്യാം. ഇറ്റ്സ് ടോട്ടലി ഗുഡ് മൂവി. എല്ലാവരും കാണണം. വെരി മച്ച്. ലാസ്റ്റത്തെ സീനൊക്കെ നന്നായിട്ടുണ്ട്. ലൈക്ക് ലാസ്റ്റത്തെ ഒരു 10 minutes ആണ് മൂവിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അത് ഷീ ഹാസ് ഡൺ ഇറ്റ് റിയലി ഗുഡ്. നല്ല മൂവിയാണ്. നമ്മൾ നസ്രിയും ബേസിലും ഒരു കോംബോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് കോമഡി മൂവി ഉണ്ട്. ആ ഒരു ജേണർ അല്ല മൂവി. അതാ പറഞ്ഞു, ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുക എപ്പോഴും നസ്രിയും ബേസിലും പറയുമ്പോൾ ഒരു കോമഡി ചിലപ്പോൾ വർക്കൗട്ട് ആവും. പക്ഷേ ആ രീതിയിലല്ല മൂവി വർക്കൗട്ട് ചെയ്തേക്കുന്നത്. ഒരു ഫുൾ പാക്ക്, ഒരു ഡീസൻറ്റ് സസ്പെൻസ് ത്രില്ലറായിട്ടാണ് മൂവി വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. സൂപ്പർ, അടിപൊളി പടം. ഒരു സസ്പെൻസ് ത്രില്ലറാണ് പടം. നസ്രിയയുടെ അഭിനയം നല്ല അടിപൊളിയാണ്. നല്ല പെർഫോമൻസ് ആണ് നസ്രിയ വെച്ച്. പിന്നെ ബേസിൽ കൊള്ളാം. നെഗറ്റീവ് ഷെയ്ഡാണെങ്കിൽ സൂപ്പറാണ്. ഒരു സസ്പെൻസ് ത്രില്ലർ. നമ്മൾ അവസാനം വരെ പിടിച്ചിരുന്നു പടം. അവസാനം ഒരു 10 മിനിറ്റ് നമുക്ക് പടം മനസ്സിലാവുള്ളൂ. ഓരോരോ സ്റ്റെപ്പും നമുക്ക് മനസ്സിലാവില്ല, എന്താ സംഭവിക്കുന്നതെന്നുള്ളതൊന്നും മനസ്സിലാവും. അവസാനം സൂപ്പർ. ഒരു സസ്പെൻസ് ത്രില്ലറാണ്. മസ്റ്റ് വാച്ചാണ്. കണ്ടിരിക്കും. നസ്രീനെയും ബേസിലിനെയൊക്കെ അവരുടെ ക്യാരക്ടറൈസേഷൻ സൂപ്പറാണ്. ഇതുവരെ നമ്മൾ കണ്ടേക്കുന്ന ഒരു പാറ്റേൺ അല്ല അവരുടെ ഒരു വേ ഓഫ് സ്റ്റൈല് പോണത്. പിന്നെ BGM, എഡിറ്റിങ്, ക്യാമറ, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ വെരി പടം പിടിച്ചിട്ടുണ്ട്. ഈ സസ്പെൻസ് ഫാമിലി ത്രില്ലർ ഒരു ഫിലിമാണ്. ഇത് കണ്ടില്ലാതെ നഷ്ടം തന്നെയാണ്. തിയേറ്ററിൽ കയറി കത്താനുള്ള എല്ലാ ചാൻസസ് ഈ പടത്തിനുണ്ട്. ദൃശ്യത്തിന് ശേഷം എനിക്കൊരു വൈബ് കിട്ടിയേക്കുന്ന ഒരു പടം ഇതാണ്. വേറെ ലെവൽ ഐറ്റം, സൂപ്പർ മൂവി, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. ബേസിൽ പോകുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി സിനിമയാണ്. നല്ലൊരു ത്രില്ലറുണ്ട്. ആരും പ്രതീക്ഷിക്കാത്തൊരു ത്രില്ലർ അവസാനം കൊണ്ടുവന്നുണ്ട്. നല്ല അടിപൊളി സിനിമ. സസ്പെൻസ് വളരെ ഒരു സ്മൂത്തായിട്ട് കഥ പറഞ്ഞു. എന്താ അല്ലെങ്കിൽ കോമഡിക്ക് വേണ്ടി എഴുതി ചേർത്ത രംഗങ്ങളൊന്നുമില്ല. സ്വാഭാവികമായിട്ട് നടക്കുന്ന അങ്ങനത്തെ സീനുകളും സസ്പെൻസിൻ്റെ അങ്ങേയറ്റാണ്. അതിന് ഈ ക്രിസ്റ്റോ സേവിയറിൻ്റെ BGM ആണ്. അവസാനത്തെ ഒരു 15 മിനിറ്റ് ശരിക്കും എന്താ പറയുക, എനിക്കൊന്ന് BP ഒക്കെ ഉള്ളവർ ഈ സിനിമയുടെ BP അങ്ങ് കയറി ആ ഒരു ലെവലിലേക്ക് നമുക്ക് ത്രില്ല് തരുന്ന രീതിയിലാണ് അവസാനത്തെ 15 മിനിറ്റുള്ള ക്രിസ്റ്റോയുടെ BGM വന്നിരിക്കുന്നത്. എല്ലാം കൊണ്ട് ടോപ്പ് ലെവൽ മേക്കിംഗ്, ടോപ്പ് ലെവൽ പെർഫോമൻസ്, ഒരു മസ്റ്റ് വാച്ച് ത്രില്ലർ. നല്ല സിനിമ, നന്നായിരുന്നു. പടം കലക്കി. നസ്രിയ ആദ്യം മുതൽ അവസാനം വരെ വിളയാടുകയാണ്. ബേസിൽ നമ്മൾ സ്ഥിരം സ്റ്റൈൽ കണ്ടതാണ്. ബേസിൽ സ്റ്റൈൽ മാറ്റിയത് നന്നായി. ബേസിൽ നസ്രിയയുടെ പടം 100% നസ്രിയ പടം കേട്ടോ. നമുക്ക് ഒരു ദൃശ്യം കണ്ടൊരു എഫക്റ്റാണ് ഇതിനകത്ത് കിട്ടാൻ പോകുന്നത്. മസ്റ്റ് വാച്ച് തിയേറ്റർ. കടയിൽ നിന്നും പുറത്ത് വിട്ടേക്കത്, കഥ പുറത്ത് വിട്ടാൽ തീർന്നു. വേറല്ല, അത് ആദ്യം തന്നെ മനസ്സിലാവും. പക്ഷേ രണ്ടുപേരുടെ കെമിസ്ട്രി അടിപൊളി.